വിലക്കയറ്റത്തിൽ വലയുന്ന ജനങ്ങൾക്ക് ഇരട്ട തിരിച്ചടി. ഇന്ധനവിലയും ഉയർന്നു. ജനങ്ങളുടെ മേൽ അധിക ഭാരം ചുമത്തി കേന്ദ്രം. ഇന്ധനവില വർധനയ്ക്കെതിരെ പ്രതികരണം ശക്തം. പെട്രോളിന് 3.17 രൂപയും ഡീസലിന് 3.28 രൂപയുമാണ് കൂട്ടിയിരിക്കുന്നത്. 5 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നായിരുന്നു എണ്ണക്കമ്പനികളുടെ ആവശ്യം. എന്നാൽ 3 രൂപ വർദ്ധിപ്പിക്കാനാണ് കേന്ദ്രം അനുമതി നൽകിയത്. ഇന്ധനവില വർധനവ് സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്ന വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതികരണങ്ങൾ ഉയരുകയാണ്. അന്യായമായ വിലക്കൂട്ടലാണ് ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത്. ഒരു മുൻധാരണയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ 3 രൂപ സംതിങ് ആണ് ഇപ്പോൾ പെട്രോളിന് തന്നെ കൂട്ടിയിരിക്കുന്നത്. ജനങ്ങളുടെ നേരെ അമിത ഭാരം അടിച്ചു കയറ്റിയാണ് ഈ BJP ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. மீன் ஆன்லைனில் டெலிவரி பண்ணிகிட்டு இருக்கோம். எங்களுக்கு மெயினாக பெட்ரோல் இருந்தால் தான் நாங்கள் கஸ்டமருக்கு டெலிவரி பண்ண முடியும். இப்போ பெட்ரோல் விலை ஏறுதுன்னா எல்லாமே எங்களுக்கு மீன் கிடைக்கிற விலைருந்து எல்லாமே ஏறிடும். வாழ்வாதாரம் ரொம்ப கேள்விக்குறி தான் எங்களுக்கு. பெட்ரோல் கவர்மெண்ட் பெட்ரோல் விலையை கம்மி பண்ணால் கொஞ்சம் நல்லாயிருக்கும். വളരെ ദാരുണമായ സംഭവമാണ്. ഇങ്ങനെ പോയാൽ സാധാരണക്കാരുടെ ജീവിതം വളരെ ദുരിതത്തിലാവും. കേന്ദ്ര സർക്കാരിൻ്റെ നികുതികളൊക്കെ കുറച്ചതിന് ശേഷം സാധാരണക്കാരെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇന്ധനവില വർധനവ് താങ്ങാൻ കഴിയുന്നതല്ല. സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങൾക്ക് വരെ വില വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ വരുമാനത്തിൽ യാതൊരു വർധനവും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ തുടർച്ചയായ വിലക്കയറ്റം ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു. കാരണം നമ്മുടെ നിത്യ ചെലവുകൾ, ഇപ്പോൾ പെട്രോളിൻ്റെ വില വർധന, നിത്യ ചെലവുകൾ, നമ്മുടെ സാധനങ്ങൾ, നമ്മുടെ LPG അങ്ങനെ എല്ലാ സാധനങ്ങളും വില വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ വരുമാനം വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ധനവില വർധനവിലൂടെ കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ മേൽ അധിക സാമ്പത്തിക ഭാരം ചുമത്തുകയാണെന്ന വിമർശനവും ശക്തമാകുന്നുണ്ട്.